രാജ്യമാകമാനം ഉറ്റുനോക്കുന്ന കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂരാണ്. ഇവിടെ രണ്ടുമാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാകും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പല പേരുകളും വന്നു. ശ്രീമതി നിർമ്മല സീതാരാമന്റെ പേര് വന്നു, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് തന്നെ വന്നു. അവസാനം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിലേക്ക് നറുക്കു വീണു. മലയാളിയായ അദ്ദേഹം, തൃശൂർ ജില്ലക്കാരനായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ പല പുരികങ്ങളും ഉയർന്നു. അതിനുള്ള കാരണം, ഒരു വരുത്തൻ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയുക? പക്ഷെ ഓർക്കുക, വരുത്തന്മാരാണ് മഹാഭൂരിപക്ഷം സമയവും തിരുവനന്തപുരത്ത് ജയിച്ചത്. വെളിയിൽ നിന്ന് വന്ന് ഇവിടെ വെന്നിക്കുടി പാറിച്ച എത്രയോ നേതാക്കന്മാർ, വി കെ കൃഷ്ണമേനോൻ മുതൽ പി കെ വാസുദേവൻ നായർ എന്ന് വേണ്ട എത്രയോ പേരാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ വെളിയിൽ നിന്നുള്ള ആളാണ്. ഇപ്പോൾ മത്സരിക്കുന്ന ഇപ്പോഴത്തെ MP ശ്രീ ശശി തരൂർ വെളിയിൽ നിന്നുള്ള ആളാണ്, പാലക്കാട് നിന്നുള്ള ആളാണ്. പന്ന്യൻ രവീന്ദ്രൻ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖറും വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും UDF, LDF, NDA നിർത്തിയ 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ നിന്നും ഏറെ അകലെ നിന്ന് വരുന്ന സ്ഥാനാർത്ഥികളാണ്. അപ്പം കണ്ണുമടച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ എക്കാലത്തും സ്വീകരിച്ച ഒരു ചരിത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിനുള്ളത്. അത് കാരണം മറ്റ് സംസ്ഥാന മണ്ഡലങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. ഒരു കോസ്മോപൊളിറ്റൻ പശ്ചാത്തലമുണ്ട് ഇവിടെ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സെഗ്മെന്റുകൾ മനസ്സിലാക്കണം, അതിന്റെ നിയമസഭാ സെഗ്മെന്റുകൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം നഗരമണ്ഡലമുണ്ട്. തിരുവനന്തപുരം എന്ന പേരിൽ തന്നെ നിയമസഭാ സെഗ്മെന്റ് ആണ്. വട്ടിയൂർക്കാവ് മണ്ഡലമാണ്, അത് നഗരമണ്ഡലമാണ്. അതുപോലെ കഴക്കൂട്ടം മണ്ഡലമുണ്ട്, അതും നഗരമണ്ഡലമാണ്. അതേസമയം തെക്കോട്ട് പോകുമ്പോൾ പാറശാല മണ്ഡലം, നെയ്യാറ്റിൻകര മണ്ഡലം, കോവളം മണ്ഡലം, ഇതെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു സാമൂഹിക പശ്ചാത്തലമുള്ള മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരമണ്ഡലമായ നേമം. ഈ നഗരമണ്ഡലങ്ങളിൽ 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീ O രാജഗോപാൽ BJPക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ 4 നഗരമണ്ഡലങ്ങളും BJP ആയിരുന്നു ലീഡ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കേവലം 14,000 വോട്ടിന് വിജയിച്ചു വന്നു. അതിനുള്ള പ്രധാന കാരണം മറ്റ് 3 മണ്ഡലങ്ങളിൽ, നെയ്യാറ്റിൻകര, പാറശാല, കോവളം മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച നിർണായകമായ ലീഡാണ് മറ്റ് 4 മണ്ഡലങ്ങളിലും BJPക്ക് ലഭിച്ച ലീഡിനെ മറികടക്കാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കുമ്മനം രാജശേഖരന് നിയമമണ്ഡലത്തിൽ മാത്രമാണ് ലീഡ് ലഭിച്ചത്. പക്ഷേ ശശി തരൂർ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടിന്, 1 ലക്ഷത്തിന് ഏതാനും വോട്ടുകൾ മാത്രം കുറവ്, 99,000 ചില്ലുവാനും വോട്ടിന് BJP സ്ഥാനാർത്ഥിയെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് വിജയിച്ചു വന്നു. ഇപ്രാവശ്യം സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണ്, നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ ഈ 3 സ്ഥാനാർത്ഥികളും കട്ടക്ക് നിന്നു. ആദ്യഘട്ടത്തിൽ അവിടെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എന്ന CPI സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച C ദിവാകരനേക്കാൾ ശക്തനാണ്. ദിവാകരൻ തന്നെ മുൻ മന്ത്രിയാണ്, ശക്തനാണ്, CPIയുടെ നല്ല നേതാവാണ്. പക്ഷെ മുൻപ് മത്സരിച്ച 2014 മത്സരിച്ച ബെനറ്റ് എബ്രഹാമിനേക്കാൾ ബഹുഘാതം മുകളിലാണ്. നല്ല ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥി, വടക്കുള്ളയാളെങ്കിലും തിരുവനന്തപുരത്ത് വർഷങ്ങളായി സ്ഥിരതാമസമുള്ള, സാധാരണക്കാരനായ ജീവിക്കുന്ന, ആരെക്കൊണ്ടും ദോഷം പറയിക്കാത്ത നല്ല ഒരു മനുഷ്യൻ, ഒരു മനുഷ്യസ്നേഹി. അപ്പോൾ സ്വാഭാവികമായി നിഷ്പക്ഷ വോട്ടുകളുടെ നല്ല പങ്കും ഇടതുപക്ഷത്തേക്ക് പന്ന്യൻ രവീന്ദ്രനിലൂടെ സ്വാംശീകരിക്കാം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി, പിണറായി വിരുദ്ധതയൊന്നും പന്ന്യൻ രവീന്ദ്രനെ നേരിട്ട് ഏശേണ്ട കാര്യമില്ല. അതായിരുന്നു ആദ്യം കിട്ടിയ ഒരു സൂചന. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരുടെ വരവ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം വൈകിയാണ് വന്നത്. പക്ഷേ കാടിളക്കിയുള്ള പ്രചരണത്തിലൂടെ, അതിശക്തമായ പ്രചരണങ്ങളിലൂടെ, റോഡ് ഷോയിലൂടെ സംവിധായകരെ നിമിഷാർത്ഥം കൊണ്ട് കയ്യിലെടുക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. അദ്ദേഹം ഒരിക്കലും ലോക്സഭാ MP ആയിരുന്നിട്ടില്ല. 2 പ്രാവശ്യം രാജ്യസഭാ MPയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ തട്ടകം മാറ്റി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തെക്കുറിച്ച് നല്ല വ്യക്തമായ പഠനം നടത്തി. മണ്ഡലത്തിലെ സമുദായങ്ങൾ ഏതൊക്കെ, മണ്ഡലത്തിലെ വോട്ട് ബാങ്കുകൾ ഏതൊക്കെ, മണ്ഡലത്തിന്റെ അഭിപ്രായങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെ, ഇതേക്കുറിച്ചെല്ലാം പഠനം നടത്തി നല്ല ഒന്നാന്തരം PR ഏജൻസി വർക്കും നടത്തിയതിനു ശേഷമാണ്, വെറുതെ വന്നിറങ്ങിയതല്ല, ഫ്ലൂക്കിന് വന്നിറങ്ങിയതല്ല, പഠനം നടത്തി വന്നിറങ്ങി.
അങ്ങനെ ഓരോരോ വിഭാഗങ്ങളെ അദ്ദേഹം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നഗരമണ്ഡലങ്ങൾ എപ്പോഴും സ്വാഭാവികമായി അവിടുത്തെ ന്യൂട്രൽ വോട്ടുകൾ വികസനത്തിന്റെ പേരിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായി രേഖപ്പെടുത്തപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകളാണ്. എല്ലാവരും അല്ലെങ്കിൽ പോലും അത് കോർ കോൺഗ്രസ് വോട്ടുകളും കോർ CPM LDF വോട്ടുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി, വീണ്ടും കേന്ദ്രമന്ത്രി, ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രി പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവിയോ കിട്ടാൻ സാധ്യതയുണ്ട്. ജയിച്ചാലും തോറ്റാലും കിട്ടാൻ സാധ്യതയുള്ള വിഖ്യാതനായ ആൾ വരുമ്പോൾ എന്തിന് പ്രതിപക്ഷത്തിരുത്താൻ ശശി തരൂരിനെ തിരഞ്ഞെടുക്കണം എന്ന് ന്യൂട്രൽ വോട്ടർമാർ, കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിനെ തിരഞ്ഞെടുത്ത അങ്ങനല്ല. സി ദിവാകരൻ പോയാലൊന്നും കേന്ദ്രമന്ത്രിയൊന്നും ആകില്ല, അല്ലെങ്കിൽ കുമ്മനം രാജശേഖരന് വലിയൊരു സ്ഥാനമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കുമ്മനം രാജശേഖരൻ അല്ലാതെ ഓർക്കണം, അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ആദ്യ വോട്ട് ലഭിക്കുന്ന 1,00,000-ഓളം പേരുണ്ട്. യുവ വോട്ടർമാരാണ്, കന്നി വോട്ടർമാരാണ്. അവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അവരിൽ നല്ലൊരു പങ്ക് അതീവ വിദ്യാസമ്പന്നരാണ്. ടെക്കുകളുണ്ട്, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടെക്നോ പാർക്കിലും IT പാർക്കുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് നഗരമണ്ഡലമായ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. അവരൊക്കെ നോൺ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പൊതുവെ പറയാം. അവരിൽ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ളവരുണ്ട്. അത് മാറ്റി നിർത്തിയാൽ നല്ലൊരു പങ്ക് നിഷ്പക്ഷ വോട്ടുകൾ തരൂറിന് ലഭിച്ചിരുന്നത് ഇപ്രാവശ്യം ഒന്നുകിൽ മരവിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ലഭിക്കുകയോ ചെയ്യും. തരൂറിന് കഴിഞ്ഞ പ്രാവശ്യമുള്ള പുതുമയൊന്നും ഇപ്രാവശ്യമില്ല. ആദ്യ പ്രാവശ്യം 2009 ആദ്യം തരൂർ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അതേ പുതുമ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുള്ളത്. ആ പുതുമയുടെ ഫ്രഷ്നെസിന്റെ ഒരു ബലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് നല്ല വേരോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇനി തരൂറിലേക്ക് വരുന്നു. തരൂറിന്റെ കോർ കോമ്പറ്റൻസി എവിടെയാണ്? അത് കോൺഗ്രസ് പാർട്ടിയല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനമൊക്കെ വളരെ ദുർബലമാണ്. വളരെ പതുക്കെ അതൊക്കെ ചലിക്കൂ. ഇത് ചലിപ്പിക്കാൻ ശ്രീ ശശി തരൂരിന്, ഡോക്ടർ ശശി തരൂരിന് സ്വന്തമായ സ്വതന്ത്രമായ ഒരു സംവിധാനമുണ്ട്. അത് പ്രൊഫഷണൽ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഓവർസീസ് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മറ്റ് വിഭാഗങ്ങളായിക്കൊള്ളട്ടെ, തരൂർ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട്. അതിന്റെ കൂടെ ബലത്തിലാണ് അദ്ദേഹം വ്യക്തികളുമായും സമുദായങ്ങളുമായും ഗ്രൂപ്പുകളായും ചർച്ച നടത്തുന്നത്. അതിന് തരൂരിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. പരിണിതപ്രജ്ഞനായ ആളാണ്. അദ്ദേഹത്തിന് ഏറെ ബന്ധങ്ങളുമുണ്ട് മണ്ഡലത്തിൽ. ഇത് വോട്ടായി മാറുകയാണെങ്കിൽ തരൂർ ഒരു നല്ല ഫൈറ്ററാണ്. അത് സാധിക്കും. അതിനോടൊപ്പം തന്നെ അവസാന റൗണ്ടിൽ തരൂറിന് അനുകൂലമായി വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, അതാണ് ഏറ്റവും നിർണായകം. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരും എന്നാണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തെ എല്ലാ സൂചനകളും. അങ്ങനെ വരുന്ന സൂചന യഥാർത്ഥത്തിൽ ശശി തരൂരിന് ഗുണം ചെയ്യും. കാരണം കടുത്ത മോദി വിരുദ്ധത, കടുത്ത BJP വിരുദ്ധത, കടുത്ത സംഘപരിവാർ വിരുദ്ധതയുള്ള ഒരുപാട് വോട്ടർമാർ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. ആ വോട്ടുകളൊക്കെ സമാഹരിക്കേണ്ടത് പന്നിൻ രവീന്ദ്രനാണ്. പന്നിൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ, പോകുമെന്ന് പ്രതീതി ജനിപ്പിക്കുകയാണെങ്കിൽ, അല്ലെ ജനിക്കുകയാണെങ്കിൽ, അതിന്റെ നല്ലൊരു പങ്ക് അവസാന നിമിഷം, വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം ഒരുപക്ഷെ ശശി തരൂരിലേക്ക് വന്നാൽ, ശശി തരൂർ പാട്ടും പാടിയൊന്നും ജയിക്കില്ല, ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ അവസാനം തരൂരിന് ജയിച്ചു വരാം. അതുകൊണ്ട് BJP ജയിച്ചു വരും എന്ന് പറയുന്ന പ്രചരണം രാജീവ് ചന്ദ്രശേഖരന്റെ ഗുണകരമാവില്ല, ഒരുപക്ഷെ അത് ദോഷകരമായി ബാധിക്കാൻ കഴിയും. എന്നാൽ ഈ നിമിഷം യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു മേൽക്കൈയുണ്ട് എന്ന നിലയിലാണ് ഏറ്റവും അധികം BJPക്ക് സാധ്യതയുള്ള മണ്ഡലം. തൃശ്ശൂരിനേക്കാൾ കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്ന വഴികൾ നിഗൂഢമായ വഴികളാണ്. ലത്തീൻ കത്തോലിക്ക വിഭാഗം പൂർണ്ണമായി സാധാരണ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖല ചില മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരന് ഒരു വോട്ട് പോലും ലഭിക്കാത്ത ഏറെ ബൂത്തുകൾ ഉണ്ടായിരുന്നു തീരദേശ മേഖലയിൽ. അവിടെ എല്ലാം കടന്നു ചെന്ന് അവർക്ക് ഉറപ്പുകൾ കൊടുക്കുന്നു. ഈ ഉറപ്പുകൾ എത്രത്തോളം അവർ സ്വീകരിക്കും, ചർച്ചിന്റെ നിലപാട് എന്താണ്, ലത്തീൻ അതിരൂപതയുടെ നിലപാട് എന്താണ്, അത് മാത്രമല്ല ബിഷപ്പ് നെറ്റോ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ BJPയുടെ ഭാഗത്ത് നിന്ന് വന്ന BJPയുടെ നേതാവ് BJPക്ക് വേണ്ടി ആണ് എന്ന് പറയപ്പെടുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന തിരുവനന്തപുരം സന്ദർശിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ ബിഷപ്പ് നെറ്റോ അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ ലത്തീൻ കത്തോലിക്ക സമുദായം ഇപ്പം ബിഷപ്പുമാർ പറയുന്നതോ അച്ഛന്മാർ പറയുന്നതോ ഇടലേഖനം അനുസരിച്ചോ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. എന്നാൽ ഒരു വിഭാഗമെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ച ഒരു വിഭാഗത്തെ അവസാന നിമിഷം സഭാ മേലധ്യക്ഷന്മാരും സഭയും സമുദായവും എല്ലാം ചേർന്ന് പിന്തിരിപ്പിച്ച് ആ വോട്ടുകൾ പൂർണ്ണമായി ശശി തരൂരിലേക്ക് സ്വാംശീകരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു മേഖല നാടാർ വിഭാഗത്തിന് മേധാവിത്വമുള്ള പാറശാല, കളിയിക്കവിള, നെയ്യാറ്റിൻകര ആ ഒരു മേഖലയാണ്.
ആ മേഖലയിൽ, കോവളം ആ മേഖലയിലെ ഒരു പക്ഷേ നല്ല വേരോട്ടം ഉണ്ടാക്കാൻ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരന് കഴിയും. അതിനെ നെഗേറ്റ് ചെയ്യാനും മുൻകാലങ്ങളിൽ തരൂർ നേടിയ വോട്ടുകളാണ്, അത് തരൂരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ എത്രത്തോളം സാധിക്കും എന്നത് ചിന്തനീയമായ കാര്യമാണ്. ഇതെല്ലാം ഒന്നിച്ചു വരികയും ലത്തീൻ കത്തോലിക്ക വോട്ടുകളും നാടാർ വോട്ടുകളും പിന്നെ പരമ്പരാഗതമായ നഗരത്തിലെ ചില പുരോഗമന വോട്ടുകൾ, തരൂരിന്റെ ഫാൻസ് ഉണ്ട് ഒരുപാട് പേര്. തരൂർ ഇപ്പോഴും വിശ്വപൗരൻ തന്നെയാണ്, അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, ഇന്ത്യ അറിയുന്ന ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനാണ് വേറെ ലോകമറിയുന്ന ഒരു ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്, അത് തരൂറാണ്. അപ്പൊ തരൂറിന്റെ വ്യക്തിപ്രഭാവത്തിനും അങ്ങനൊന്നും ഏറ്റിട്ടില്ല, പക്ഷേ പുതുമ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏത് രീതിയിലേക്കും തിരിയാവുന്ന, ഏത് രീതിയിൽ എന്ന് പറയുന്നില്ല, രാജീവ് ചന്ദ്രശേഖറിലേക്കോ ശശി തരൂറിലേക്കോ തിരിയാവുന്ന രീതിയിൽ തിരുവനന്തപുരം മണ്ഡലം ഉദ്വേഗം നിലനിർത്തുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ അവസാന നിമിഷങ്ങളിൽ കാണുന്നത്.